കുറച്ച് ദിവസങ്ങളിൽ കഥയൊന്നും കാണാതിരുന്നത് മടി കൊണ്ടല്ലായിരുന്നു കേട്ടോ പിള്ളേരെ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കുഞ്ഞുമോള് 6 വയസ്സുകാരി കുഞ്ഞുമോള് ആരോഗ്യ പ്രശ്നങ്ങളിൽ ആയിരുന്നു ഇത്രയും നാളും. അവൾ ഈശ്വരൻ്റെ അടുത്തേക്ക് പോയി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മാനസിക ബുദ്ധിമുട്ട് കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നാളും കഥകൾ താമസിച്ചത്. അപ്പം ഒരുപാട് പേര് സ്റ്റോറി എന്തെങ്കിലും ചോദിച്ച് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്നുണ്ട്. മറുപടി കൊടുക്കാൻ പോലെയുള്ള ഒരവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ടാണ് സ്റ്റോറികൾ പലതും താമസിച്ചു. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. അപ്പം നമുക്ക് കഥയിലേക്ക് പോകാം. ദേവരാഗം, രചനാ സംഭാഷണം മൈഥിലി മിത്ര, ഭാഗം 93. ഈശ്വര, മുത്തശ്ശി പറഞ്ഞതുപോലെ കേൾക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇടി വെട്ടുന്നത് കേട്ടിട്ട് എനിക്ക് പേടിച്ചിട്ട് വയ്യ. ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കാതിരുന്നെങ്കിൽ സാറിനെ ഒന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്യായിരുന്നു. ഇതിപ്പോൾ അതിനും പറ്റുന്നില്ലെന്നായി. ഈ സാറിന് ഇത് എന്ത് ഈഗോയാ? എനിക്ക് ഇടിയും ഇരുട്ടും ഒക്കെ പേടിയാന്ന് സാറിന് അറിയാവുന്ന കാര്യമല്ലേ? സാറിന് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ എന്താ? എനിക്ക് പേടിച്ചിട്ടിരിക്കാൻ വയ്യായേ. എന്നോട് ഇഷ്ടമാണെന്നല്ലേ ഇന്നലെ രാത്രി സാറ് പറഞ്ഞേ. എന്നെ കാണാതിരുന്ന് ഭ്രാന്ത് പിടിച്ചെന്നല്ലേ റിസപ്ഷൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് എന്നോട് പറഞ്ഞേ. എന്നോട് മിണ്ടാതിരിക്കുന്നത് കൊണ്ട് സങ്കടം സഹിക്കാൻ വയ്യാതെ ആയതുകൊണ്ടല്ലേ എന്നെ കാണാൻ വേണ്ടി ബസ്സും പിടിച്ച് ഇങ്ങോട്ടേക്ക് ഓടി വന്നേ. അങ്ങനെയുള്ള സാറിൻ്റെ ഹൃദയം നിറച്ച് എന്നോടുള്ള സ്നേഹമാണെന്ന് ഇപ്പം എനിക്കറിയാം. എന്നിട്ടെന്തേ അതൊന്നും പുറത്തേക്ക് പ്രകടിപ്പിക്കാത്തത്? ഇടിയുടെ ശബ്ദം ചെവിയിൽ വന്ന് പതിക്കുമ്പോഴെല്ലാം വൈശാഖി കൈപ്പത്തി വെച്ച് ചെവി നല്ലതുപോലെ അമർത്തി പിടിച്ചു. മുന്നിലെ ഇരുട്ട് പേടിയായതുകൊണ്ട് തന്നെ അവൾ കണ്ണുകൾ ഇറുക്കി അടയ്ക്കുകയും തുറക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ സമയമൊക്കെ ഒറ്റയ്ക്കായിരുന്നപ്പോൾ ബോധം കെട്ട് വീഴേണ്ട സമയം കഴിഞ്ഞാണ് ആ ഒരുവൻ്റെ സമീപത്തിൽ ഇങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുന്ന എന്ന സത്യം വൈശാഖി അപ്പോഴും മനസ്സിലാക്കിയില്ല എന്നത് മറ്റൊരു കാര്യം. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഇടിയുടെ കാഠിന്യം കൂടാൻ തുടങ്ങി. ഒപ്പം തലോരാത്രിയിലെ പോലെ തീയുണ്ട പോലെയുള്ള മിന്നൽ പിണറുകൾ ജനലിൽ കൂടി മുറിയുടെ അകത്തേക്ക് പതിക്കുവാനും തുടങ്ങി. ഇനിയും പിടിച്ചു നിൽക്കുവാൻ വൈശാഖിയെ കൊണ്ട് പറ്റുമായിരുന്നില്ല. അവൾക്ക് ഓടിച്ചെന്ന് മഹാദേവൻ്റെ ചൂടിലേക്ക് പറ്റിച്ചേരണമെന്നുണ്ടായിരുന്നെങ്കിലും പേടികൊണ്ട് പോലും അനങ്ങാൻ പോലും കഴിയാതെ അവൾ കിടന്ന് കരയാനായി തുടങ്ങി. പെണ്ണിൻ്റെ ശരീരം വിറയ്ക്കുവാനും തുടങ്ങിയിരുന്നു. അതേ സമയമാണ് അവളുടെ നേരെ തിരിഞ്ഞ് അവളെ തന്നെ നോക്കിക്കൊണ്ട് കിടന്ന മഹാദേവൻ മിന്നൽ പിണറുകളുടെ വെളിച്ചത്തിൽ വൈശാഖിയുടെ ദേഹം വിറയ്ക്കുന്നത് കണ്ടത്. വൈശാഖി! അവൾ പേടിക്കുന്നു എന്ന് കണ്ടതും മഹാദേവന് പിന്നീട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവനിലെ ഈഗോ എങ്ങോട്ടേക്കോ പോയി മറഞ്ഞു. ദേഷ്യം നശിച്ചു. അന്നേരം അവനെ തന്നെ മറന്നുപോയി എന്നതാണ് സത്യം. മുൻപിൽ തൻ്റെ പ്രാണനും അവളുടെ കരച്ചിലും മാത്രം ദൈവം കണ്ടു. മഹാദേവൻ അത് സഹിക്കാൻ പറ്റിയില്ല. ഒറ്റ വലിക്ക് അവളെ പിടിച്ച് തിരിച്ചു കിടത്തിയിട്ട് അവളെ വലിച്ച് തന്നെ നെഞ്ചിലേക്കിട്ട് പൊതിഞ്ഞു പിടിച്ചു മഹാദേവൻ. വൈശാഖി, പേടിക്കണ്ട, ഞാനുണ്ട്. തൻ്റെ നെഞ്ചിലെ ചൂടിലേക്ക് അവളുടെ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് അവൻ പിറുപിറുത്തു. തൊണ്ടയിൽ കുരുങ്ങിക്കിടന്ന കരച്ചിൽ ചീളുകളെ അവൾ വെളിയിലേക്ക് ആ നേരം പായിച്ചു വിട്ടു. വൈശാഖിയുടെ കണ്ണുനീര് വീട് അവൻ്റെ ടീഷർട്ട് നനഞ്ഞു. അതറിഞ്ഞതും അവന് ഭ്രാന്ത് പിടിച്ചു. വൈശാഖി, പേടിക്കല്ലേ. പെണ്ണിൻ്റെ നെറുകയിൽ കൂടി അവൻ്റെ കൈവിരലുകൾ പല പ്രാവശ്യം തഴുകിക്കൊണ്ട് കടന്നുപോയി. അവനിലെ കരുതലിൽ വൈശു സ്വയം മറന്നു തുടങ്ങി. കരച്ചിൽ നിലച്ചു. അവളിലെ പേടി നീങ്ങി. ധൈര്യം വന്നു. സുരക്ഷിതത്വം വന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ തലോടലിൽ അവൾ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ദേവൻ്റെ നെഞ്ചോരം പറ്റിച്ചേർന്ന് കിടന്നു. അവനിങ്ങനെ രാവിലെ വരെ വിടാതെ തന്നെ കെട്ടിപ്പിടിക്കണമെന്ന് ആ നേരം കൊതിച്ചുപോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ബോണ്ട പറഞ്ഞു തന്ന കാര്യങ്ങൾ പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ഓടിപ്പാഞ്ഞെത്തിയത്. അവനിൽ നിന്ന് അടർന്നു മാറുവാൻ ഇഷ്ടമല്ലെങ്കിലും അവനിൽ നിന്ന് നീങ്ങിക്കിടക്കാനായി ചെറിയൊരു ശ്രമം നടത്തി. കാരണം ഇന്നലെ രാത്രിയിലും സാർ ഇങ്ങനെ തന്നെ ആയിരുന്നു. ഇടിയും മഴയും പെയ്തപ്പോൾ ഇങ്ങനെ തന്നെ നെഞ്ചി കിടത്തി രാവിലെ വരെ തന്നെ ഉറക്കി. എന്നിട്ട് രാവിലെ അന്യം കയറിയതുപോലെ ഒരു നടത്തായിരുന്നു. ഇനിയിപ്പോൾ ഇന്നും ഇങ്ങനെ കിടത്തി ഉറക്കിയിട്ട് നാളെ രാവിലെ സാറിന് വേണ്ടി വീണ്ടും അന്യം ബാധിച്ചാലോ? പിശുക്കന് സ്നേഹം പ്രകടിപ്പിക്കുന്നതിലും പിശുക്കാണ്. വൈശാഖിയുടെ ചുണ്ടുകൾ പരിഭവത്തോടെ കൂർത്തു. എന്നിട്ട് അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന് മെല്ലെ കുതറി. എങ്ങോട്ടാ വൈശാഖി നീ? ഇടി വെട്ടുന്ന കണ്ടില്ലേ? നീ പേടിക്കും. അകന്നു പോകുന്നവളെ വീണ്ടും തന്നിലേക്ക് വലിച്ചിട്ട് മുറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് വീണ്ടും കിടന്നവൻ. ഞാൻ ഒറ്റയ്ക്ക് കിടന്നോട്ടെ.
അവൻ്റെ ആ സ്നേഹത്തിലും കരുതലിലും മനസ്സ് നിറഞ്ഞു പോയെങ്കിലും പെണ്ണ് വെറുതെ ചോദിച്ചു. അവൾക്കുറപ്പുണ്ടായിരുന്നു അവളുടെ മഹാദേവൻ അവളെ ആ നേരം ഒറ്റയ്ക്ക് കിടത്തില്ലെന്ന്. എന്തിനാ ഒറ്റയ്ക്ക് കിടക്കുന്നേ? വീണ്ടും കടന്ന് വിറയ്ക്കാൻ വേണ്ടിയാണോ? പതിവ് ഗൗരവം പുറത്തെടുത്തുകൊണ്ട് ചെക്കൻ ദേഷ്യപ്പെട്ടു. ഇനി വിറയ്ക്കില്ല. അവൻ്റെ നെഞ്ചിടിപ്പ് കേട്ടുകൊണ്ട് വൈശു ഉത്തരം നൽകി. അത് നിനക്കെങ്ങനെ അറിയാം? ഇപ്പം ഇത്രയും നേരം കടന്ന് വിറച്ചതോ? അവൾ പോകുമോ എന്ന് പേടിച്ച് ഒന്നും കൂടി തൻ്റെ ശരീരത്തിലേക്ക് വൈശാഖിയെ അമർത്തി പിടിച്ചവൻ. ഒറ്റയ്ക്ക് കിടന്നോളാം ഞാൻ, എനിക്ക് പറ്റും. ചിരിയോടെയാണ് വൈശാഖി അത് പറഞ്ഞതെങ്കിലും അവളുടെ വാശിയായിട്ടാണ് മഹാദേവൻ അത് കേട്ടത്. നിനക്കെന്താ ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിനക്ക് പേടി വന്നാൽ വയ്യാതാവെന്ന് കരുതിയിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. അപ്പോൾ അവിടെ ഒരു അഹങ്കാരം. അവൾ തന്നിൽ നിന്ന് നീങ്ങിക്കിടക്കുമോ എന്നുള്ള ഭയത്താൽ ചെക്കൻ പൊട്ടിത്തെറിച്ചു. ഞാനൊരു ബുദ്ധിമുട്ടായാലോ എന്ന് ഓർത്തു. ബോണ്ടായി മൊത്തമുള്ള സഹവാസം കൊണ്ടാവണം പെണ്ണിൻ്റെ നാവിൽ നിന്നും ഡയലോഗുകളൊക്കെ വരാൻ തുടങ്ങി. ആർക്കാടി ബുദ്ധിമുട്ട്? പെട്ടെന്ന് കൈ അയച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് ചെക്കൻ ഉറ്റുനോക്കി. അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തിയ വൈശു മിന്നലിൻ്റെ വെളിച്ചത്തിൽ കണ്ടു മുഖം മുറുക്കി വെച്ചിരിക്കുന്ന മഹാദേവനെ. ഇപ്പോൾ താൻ പറഞ്ഞ ഡയലോഗ് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതാണ് ഇത്രയും ദേഷ്യം. വൈശാഖിയുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിക്കളിച്ചു. പറയടി, ബുദ്ധിമുട്ട് ആർക്കാണ്? ഒന്നും മിണ്ടാതെ തൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന വൈശാഖിയെ കണ്ടതും അവൻ തൻ്റെ പിണക്കം പോലും മറന്നുപോയിരുന്നു. വൈശാഖി അപ്പോഴും അവനുള്ള മറുപടിയൊന്നും കൊടുത്തില്ല. വെറുതെ അവനിലേക്ക് കണ്ണും നട്ട് അവൻ അങ്ങനെ തന്നെ അവൻ്റെ കൈക്കുഴിയിൽ കിടന്നു. രാവിലെ തൊട്ട് നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്ന അവിടെ ഒരു കോപ്പിലെ ആറ്റിറ്റ്യൂഡ്. എന്തേലും ചോദിച്ചാൽ മാത്രമേ മിണ്ടൂ, എന്തേലും പറഞ്ഞാൽ മാത്രമേ അനുസരിക്കൂ. എൻ്റെ കൂടെ എങ്ങോട്ടേക്കും വരാൻ നിനക്ക് മടി. കൂടെ ഇരുന്ന് കഴിക്കാൻ വിളിച്ചാൽ അവൾ വരത്തില്ല. കോളേജിലേക്ക് അച്ഛൻ്റെ കൂടെ പോവും. ആരേലും എന്തേലും നിന്നെ ചെയ്യാൻ വന്നാൽ പോലും എന്നോട് പറയാൻ അവൾക്ക് തോന്നത്തില്ല. ഏതു നേരവും സാറേ എന്നും വിളിച്ച് നടന്നവക്ക് ഇപ്പം മുണ്ടാട്ടം മുട്ടിപ്പോയാ? അതെങ്ങനെയാ ഇവിടെ ഞാനൊഴിച്ച്? രാവിലെ തൊട്ട് കാട്ടിക്കൂട്ടി വെച്ച ദേഷ്യം മുഴുവനും അവളുടെ മുഖത്തേക്ക് നോക്കി കുടഞ്ഞു തീർക്കുമ്പോൾ അവൻ അറിഞ്ഞില്ല അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന കണ്ണും മനസ്സും ഒരുപോലെ നിറയുകയായിരുന്നു എന്നത്. വൈശാഖി അവൻ്റെ മുഖത്തേക്ക് നോക്കി. വെളിയിൽ നിന്നും ഇടതടവില്ലാതെ വരുന്ന മിന്നലിൻ്റെ വെളിച്ചത്തിൽ അവൾക്ക് അവൻ്റെ മുഖം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ കണ്ണുകളിൽ പരിഭവമാണ്, സങ്കടമാണ്. ഒരു ദിവസം താൻ ഇത്തിരി ഒന്ന് അവഗണിച്ചെന്ന് തോന്നിയപ്പോൾ ഉണ്ടായ വേദനയാണ്. ഇത്രമേൽ എന്നെ സ്നേഹിക്കുന്ന സാറെന്തിനാ എന്നോട് സ്നേഹത്തോടെ മിണ്ടാത്തെ? അവളുടെ മനസ്സിലെ ചോദ്യം തികച്ചും ന്യായമായിരുന്നു. ഞാനൊഴിച്ച് ബാക്കി എന്താ? മഹാദേവൻ പറഞ്ഞു പൂർത്തിയാക്കാത്ത വാക്കിൻ്റെ ബാക്കി തുടരുവാൻ എന്നവണ്ണം വൈശു എടുത്തു ചോദിച്ചു. അവൻ ഇഷ്ടം തുറന്നു പറയുന്നത് കേൾക്കാനുള്ള ഒരു കൊതി പെണ്ണിൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു കത്തി. എന്ത്? കാര്യം മനസ്സിലാവാത്ത ചെക്കൻ്റെ നെറ്റി പൊടുന്നനെ ചുളിഞ്ഞു. ഞാനൊഴിച്ചെന്ന് ഇത്തിരി മുന്നേ പറഞ്ഞില്ലേ, അതിൻ്റെ ബാക്കി എന്താന്ന്? അവൾ നീരസത്തോടെ ഒരു നീട്ടത്തിൽ ചോദ്യം ആവർത്തിച്ചു. ആരു പറഞ്ഞു? എപ്പോൾ പറഞ്ഞു? അപ്പോഴാണ് അവളുടെ ചോദ്യം മഹാദേവന് മനസ്സിലായത്. പൊടുന്നനെ അവൻ ഒരു കള്ളനെ പോലെ നിന്ന നിപ്പിൽ കളം മാറ്റി ചവിട്ടി. സാറല്ലേ ഇപ്പോൾ പറഞ്ഞേ? വൈശുവിന് പെട്ടെന്ന് ദേഷ്യം വന്നു. പക്ഷേ അവളുടെ ആ സാറ് വിളിയിൽ ചെക്കൻ്റെ മനം ഒന്ന് കുളിർന്നു പോയിരുന്നു എന്ന് വേണം പറയാൻ. ഞാനങ്ങനെ പറഞ്ഞെന്നോ? നീ കേട്ടതിൻ്റെ കുഴപ്പമാവും. അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് മുറുക്കിക്കൊണ്ട് ചെക്കൻ കള്ളച്ചിരി ചിരിച്ചു. അല്ല, സത്യമായിട്ട് ഞാൻ കേട്ടതാ. സാർ അങ്ങനെ പറഞ്ഞിരുന്നു. മഹാദേവനോട് സംസാരിക്കുമ്പോഴുള്ള പേടി എന്തുകൊണ്ടോ ആ സമയം അവളിൽ ഉണ്ടായിരുന്നില്ല. കേട്ടെങ്കിലേ അത് നിന്റെ ചെവിയുടെ കുഴപ്പാ. അതൊന്ന് വൃത്തിയായിട്ട് കഴുകുന്നത് നന്നായിരിക്കും. മഹാദേവൻ അവളെ ഇട്ട് കളിപ്പിച്ചു. അല്ലേലും സാർ ഇങ്ങനെ പറയൂന്ന് എനിക്കറിയാം. മുത്തശ്ശി പറഞ്ഞതൊക്കെ സത്യ. അവൾ നെറുവീർപ്പോടെ പെറുപെറുത്തത് ഒരു നിശ്വാസാകലത്തിൽ കിടന്നവൻ്റെ കാതിൽ ചെന്ന് പതിച്ചു എന്നതാണ് സത്യം. ബോണ്ട എന്തു പറഞ്ഞെന്ന്? തൻ്റെ നെഞ്ചോരം മുഖം ചേർത്ത് കിടക്കുന്നവളെ ഇടത്തെ കൈകൊണ്ട് ചുറ്റിപ്പിടിച്ച് ഇത്തിരി മുകളിലേക്ക് ഉയർത്തി കിടത്തിക്കൊണ്ടാണ് ദേവൻ അതൊരു ഞെട്ടലോടെ ചോദിച്ചത്. ഇരുവരുടെയും മുഖങ്ങൾക്ക് ഒരു വിരലകലത്തിൻ്റെ ദൂരമേ ഉണ്ടായിരുന്നപ്പോൾ. സാറിനെ ഈഗോ ആണെന്ന്. അവൾ ദേവൻ്റെ നേരെ മുഖം ചരിച്ചു കിടന്നു. എനിക്കോ? അവൻ്റെ ഒച്ച സ്വയം അറിയാതെ ഉയർന്നു പോയി. അതേന്നുള്ള രീതിയിൽ വൈശാഖി ഒന്ന് തലയാട്ടി. എന്നെപ്പറ്റി വേണ്ടാതീനം പറഞ്ഞോട് നടക്കുവാണല്ലേ ആ ബോണ്ട.
ദേവൻ മുഖം മുറുക്കി. വേണ്ടാതീനൊന്നുമല്ല, സത്യ. സാറിന് ഇച്ചിരി ഈഗോ ഉണ്ട്, എനിക്കും തോന്നി. അവൻ ദേഷ്യപ്പെട്ടാലും ശരി, ഉള്ളിലുള്ളത് തുറന്നു പറയാൻ തന്നെ വൈശു തീരുമാനിച്ചു. ആഹാ, അപ്പോൾ ഞാൻ ഊഹിച്ചത് തന്നെ നടന്നു. ആ ബോണ്ടയുടെ കൂടെ നടന്ന് നീയും തലതെറിച്ചതായി തുടങ്ങി. മഹാദേവൻ അവളുടെ കവിളിൽ പിടിച്ച് ഒരു നുള്ളു കൊടുത്തു. മുത്തശ്ശിയൊന്നും പറയല്ലേ, മുത്തശ്ശി പാവാ, മുത്തശ്ശി കള്ളം പറയില്ല. അവൻ നുള്ളിയ കവിളിന് മുകളിൽ അമർത്തി തുടച്ചുകൊണ്ട് അവൾ കെറുവോടെ ചുണ്ടു ചുളിച്ചു. അപ്പോൾ ഞാനാണല്ലേ പാവമല്ലാത്തത്? ഞാനാണോ കള്ളം പറയുന്നേ? ആ? മഹാദേവൻ ഗൗരവം വിടാതെ ചോദിച്ചു. എങ്കിലും എവിടെ നിന്നോ വന്ന കുഞ്ഞൊരു പരിഭവം അവൻ്റെ വാക്കുകളിലും പ്രകടമായിരുന്നു. ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. എഴുതാപ്പുറം വായിക്കുന്നവൻ വൈശാഖിയിലോട്ടൊരു ഞെട്ടലുണ്ടാക്കി. അതെ, അങ്ങനെ തന്നെയാണ് നീ പറഞ്ഞേ. മുത്തശ്ശി പാവാണ്, മുത്തശ്ശി കള്ളം പറയില്ല എന്നൊക്കെ നീ തന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞേ. അപ്പോൾ ഇതൊക്കെ ഉള്ളത് ആർക്കാ? ഈ എനിക്ക് തന്നെ. ഇതുവരെ കാണാത്ത, കേട്ടുകേൾവി പോലും ഇല്ലാത്ത മഹാദേവൻ്റെ പുതിയൊരു ഭാവമാണ് അപ്പോൾ വൈശാഖിയുടെ മുൻപിൽ വെളിവായത്. ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചില്ല സാർ. വാദിപ്രതിയായ അവസ്ഥയായിരുന്നു അവൾ അപ്പോൾ. അപ്പോൾ എനിക്ക് ഈഗോ ആണെന്ന് നീ ഇത്തിരി മുന്നേ പറഞ്ഞതോ? അത് ഉദ്ദേശിക്കാതെ പറഞ്ഞതാണോ? ഇടതടവില്ലാതെ മുറിയിലേക്ക് അടിച്ചു കയറുന്ന മിന്നലിൻ്റെ വെളിച്ചത്തിൽ മഹാദേവൻ കണ്ടു. ഇരുട്ടിലും തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന വൈശാഖിയുടെ വിടർന്ന കണ്ണുകൾ. അല്ല, അത് മാത്രം സത്യ. അവൾ ചാടിക്കയറി പറഞ്ഞു. ഓഹോ, അതുമാത്രം സത്യമാണല്ലേ? എങ്കിൽ പറയേ, ഞാൻ എപ്പോഴാണ് വൈശാഖിയോട് ഈഗോ കാണിച്ചതെന്ന്? അവളുടെ ഇടുപ്പിൽ ചെക്കൻ്റെ വലം കൈപൊത്തി മുറുകി. പക്ഷേ അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആവേശത്തിൽ പെണ്ണത് ശ്രദ്ധിച്ചില്ല. ഇന്ന് രാവിലെ കാട്ടിയില്ലേ? അത് ചോദിക്കുമ്പോൾ പരിഭവമായിരുന്നു അവളിൽ. ഇന്ന് രാവിലെയോ? ഞാൻ എന്ത് കാട്ടിയെന്ന്? അവളെ തൻ്റെ ശരീരത്തിലേക്ക് മെല്ലെ അമർത്തി. ഇന്ന് രാവിലെ ചായ കൊണ്ടുതരാൻ വന്നപ്പോൾ സാറിനോട് മിണ്ടിയില്ലല്ലോ. എന്നെ ഒന്ന് നോക്കി പോലുമില്ല. ഇന്നലെ രാത്രി ഇടിയും മഴയൊക്കെ പെയ്തപ്പോൾ ഞാൻ പേടിക്കാതിരിക്കാൻ വേണ്ടി എന്നെ പാമ്പർ ചെയ്ത ആളല്ലേ സാറ്. എന്നിട്ട് രാവിലെ എന്നെ കണ്ടപ്പോൾ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാട്ടിയില്ല. ഉള്ളിൽ തട്ടിയായിരുന്നു വൈശാഖി അത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പെണ്ണിൻ്റെ കണ്ണിലും കണ്ണുനീര് പൊടിഞ്ഞു. പക്ഷെ കേട്ടുകൊണ്ടിരുന്ന മഹാദേവൻ്റെ കണ്ണുകളിൽ മാത്രം പൊടുന്നനെ ഒരു പതർച്ചയുണ്ടായി. ഇരുട്ടിൻ്റെ മറവിൽ ആ പെണ്ണത് കണ്ടുമില്ല. അവനൊരു നിമിഷം മൗനമായി. അത് പിന്നെ ഞാൻ നിന്നോട് പിണക്കമല്ലായിരുന്നോ? അതാ രാവിലെ മിണ്ടാഞ്ഞെ. നീ രാത്രി കിടന്ന് പേടിക്കുമല്ലോ എന്നോർത്ത് മാത്രം ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ചേ. മഹാദേവൻ വീണ്ടും കുരുത്തക്കേട് പറയാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോഴും എന്നെ സമാധാനിക്കാൻ വേണ്ടിയല്ലേ കെട്ടിപ്പിടിച്ചേക്കുന്നത്, അല്ലാതെ സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ. ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ദേവന്റെ വലം കൈ എടുത്ത് മാറ്റുവാൻ വൈശാഖി ശ്രമിച്ചു. അവളിൽ പിണക്കമായിരുന്നു ആ നേരം. ആണെങ്കിൽ 19 വയസ്സുകാരിയെ കുറുമ്പ് പിടിപ്പിക്കാൻ വേണ്ടി മാത്രം അവനും ആ നേരം കൗമാരത്തിലേക്ക് ഇറങ്ങിച്ചെന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ സത്യം. അതും അവൻ പോലും അറിയാതെ. ആണെങ്കിൽ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം. വൈശാഖി അപ്പോഴേക്ക് ഇടം തിരിഞ്ഞു. അയ്യോ, അപ്പം നിനക്ക് പേടിയാവില്ലേ? ഇടിയും മിന്നലും വന്നാൽ നീ കിടന്ന് വിറക്കില്ലേ? പുറത്തപ്പോഴും മുഴങ്ങിക്കേൾക്കുന്ന ഇടിയുടെ ശബ്ദം കാതോർത്തുകൊണ്ട് അവൻ ചിരിയോടെ തിരക്കി. ആയിക്കോട്ടെ. അവക്കും വാശിയായി. ആയാ നീ പാനിക്കാവും. മഹാദേവനിൽ ചിരിയായിരുന്നു. ആയിക്കോട്ടെ. അവൻ്റെ ബലിഷ്ഠമായ കൈക്കുള്ളിൽ കിടന്ന് വൈശാഖി വെറുതെയെങ്കിലും കുതിരാനായി ശ്രമിച്ചു. അങ്ങനെ ആവാൻ പാടില്ല വൈശാഖിയെ. അവനൊരു ഈണത്തിൽ പെണ്ണിൻ്റെ പേര് ചൊല്ലി വിളിച്ചു. ആവാൻ പാടുണ്ട്. ആയിക്കോട്ടെ, സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അവൻ്റെ ഉള്ളിലെ ഇഷ്ടത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയാത്തതിൻ്റെ സങ്കടവും ദേഷ്യവും എല്ലാം വൈശാഖിയുടെ സംസാരത്തിലും പ്രകടമായിരുന്നു. ആരു പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്? അവളെ അടക്കി പിടിച്ച് തന്നിലേക്ക് ചേർത്ത് കിടത്തിക്കൊണ്ട് പെണ്ണിൻ്റെ കാതോര അവൻ മന്ത്രിച്ചു. വൈശാഖിയിൽ പെട്ടെന്നൊരു വിറയലുണ്ടായി. എന്ത് കുഴപ്പം? അവൻ്റെ മുഖത്തിൽ കഴുത്തിടുക്കിൽ മുഖം ചേർത്ത് പിടിച്ച് അനങ്ങാതെ കിടന്നു പെണ്ണ്. മംഗലത്തെ മഹാദേവൻ്റെ ഭാര്യ പേടിച്ച പിന്നെ എനിക്കല്ലാതെ ആർക്കാടി കുഴപ്പം? ഈ പാതിരാത്രി, അതും പെരുമഴയത്ത് നിന്നെ എടുത്തുകൊണ്ട് ഞാൻ ആശുപത്രി പോകണം, മരുന്ന് മേടിക്കണം, മൊത്തത്തിൽ കാശ് ചെലവാടി. ഉറക്കം കളഞ്ഞ് ഇതൊക്കെ നിനക്ക് വേണ്ടി പിന്നെ നാട്ടുകാർ ചെയ്യുവോ? അവളുടെ കഴുത്തിടുക്കിലെ ചൂടിലേക്ക് മുഖം ചേർത്ത് പിടിച്ചുകൊണ്ട്
കളിയായി ഇതൊക്കെ പറയുമ്പോൾ അവൻ്റെ ശരീരം ചൂട് പിടിക്കാൻ തുടങ്ങിയിരുന്നു. പോ അവിടുന്ന്, പിശുക്കനാ സാറ്. വൈശാഖി ശരിക്കും പിണങ്ങി. അപ്പം കാത്തിരിക്കൂ കേട്ടോ, അടുത്ത പാട്ടുമായിട്ട് ഉറപ്പായിട്ടും നാളെ വരാവേ. അപ്പോൾ ഞാൻ പറഞ്ഞ കാരണങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കണം കേട്ടോ. മനഃപൂർവ്വമല്ല, മടി കൊണ്ടല്ല, അവസ്ഥ ഇതായത് കാരണമാണ് 3-4 ദിവസങ്ങൾ സ്റ്റോറി തരാഞ്ഞത്. ഇനി എന്നും ഉണ്ടാവുമായിരിക്കും. പിന്നെ ഈ സ്റ്റോറിയുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതിയിട്ടിട്ട് പോകണം കേട്ടോ. അപ്പോൾ ബൈ ബൈ.